തീർച്ചയായിട്ടും അതിനനുസരിച്ച് ജനങ്ങൾ അത് ഏറ്റെടുക്കുക മാത്രമല്ല, ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. താങ്കൾ UDF-ന്റെ ചെയർമാൻ കൂടിയാണ്, അല്ലെ കൺവീനർ കൂടിയാണ്. ഈ പരിപാടിയുടെ ഒരു തുടർച്ച ഉണ്ടാവുമോ? അൻവർ സാദത്തും കൂടി യാത്രയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുമോ? സംശയം എന്താ ഈ കാര്യത്തിൽ? ഞങ്ങള് UDF എടുത്ത ഒരു തീരുമാനം അനുസരിച്ച് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഓരോ ദിവസവും എങ്ങനെ നീങ്ങണമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ഒരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും. പിന്നെ ഈ പരിപാടിക്ക് എത്താവുന്ന ഞങ്ങളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. ഇത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് ഒരു വിശ്വാസ സമൂഹമല്ല, കേരളത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തിന്റെയും മനസ്സിന് മുറിവേറ്റ സംഭവമാണ്. കാരണം ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിശ്വാസ അമ്പലങ്ങളിലാണെങ്കിലും മസ്ജിദിലായാലും അതുപോലെ ക്രിസ്ത്യൻ ചർച്ചുകളിലെ കമ്മിറ്റികളിൽ ഇവരെ പാർട്ടി നിർദ്ദേശമാണ് അവിടെ കയറി പറ്റാന്നുള്ളത്. അതിന്റെ ദുരുദ്ദേശം ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ ജാഗ്രതകൾ ഞങ്ങൾ ആളുകളടുത്ത് പറഞ്ഞേക്കണ്, ഇവരെവിടെയൊക്കെ കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ പരിശോധിക്കാൻ പറഞ്ഞേക്കണ്. അപ്പൊ ഇതൊരു വലിയ വിശ്വാസികളുടെ വലിയൊരു പ്രതിഷേധമാണ്, അതേപോലെ എല്ലാ വിശ്വാസികളുടെയും.